ഇത് തൈവാളയാണ്. വൈദ്യന്മാർക്കാരെ കുറേ പേർക്കറിയാം. ഈ മരുന്ന് ഞാൻ ഇപ്പം ചെയ്യുന്നത് നരിത്തലവാദമാണ്. ഒരു വർഷത്തിന് മുമ്പേ ഒരാളിന് നരിത്തലവാദത്തിന് ഞാൻ നെയ് ചെയ്ത വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ അടുത്ത് ചെയ്യുകയാണ്, അതുകൊണ്ടാണ് ഇതിനെ ഇടുന്നത്. ഇത് തൈവാള ഒരു മരുന്ന്. ഇതിനെ ഇനി കഴി ഇടിച്ച് പിഴിഞ്ഞ് ചാറാക്കണം. ഇതാ തൈവാളൊക്കെ കൊണ്ടുവന്ന് വേസ്റ്റൊക്കെ കുറയ്ക്ക് കളഞ്ഞിട്ട് ഇതിനെ കഴിവുകയാണ്. തൈവാള ഇടിച്ച് ചാറാക്കാൻ വേണ്ടി ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത് ഇതിനെ പിഴിഞ്ഞെടുക്കുന്നതും കാണിക്കും, ചാറാക്കി. എല്ലാം ഈ മരുന്നിൽ ചെയ്യുന്ന ജോലികളെല്ലാം ഇങ്ങനെ വീഡിയോകളിൽ കാണിച്ചുകൊണ്ടേയിരിക്കും. ഇടിച്ച് ചതഞ്ഞ് ഇനി ചാറ് പിഴിഞ്ഞെടുക്കണം. ഇതാണ് ചാറ്. പിന്നെ പാത്രത്ത് വാരിയിട്ട് പിന്നെ അവിടെ നിന്ന് പിഴിഞ്ഞ് അങ്ങാടി മരുന്നും ഇതെല്ലാം കൂടി ചേർത്ത് പിന്നെ നെയ്യാണ്. ചാറ് പിഴിയാൻ പോവുകയാണ്. കാലിൻ്റെ പിന്നെ നടക്കുമ്പോൾ മുട്ടളകി പോകുമ്പോലെ തോന്നൽ, കാലിൻ്റെ മുളങ്കാല് കൊണ്ട് വളയക്കം, ഇതൊക്കെയാണ് മാറണ ഈ മരുന്നിൽ. ഇതാണ് ഇലക്കള്ളി. ഇതാണ് ഇലക്കള്ളിപ്പാൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചാറിനെയാണ് ഇലക്കള്ളിപ്പാൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കള്ളിപ്പാൽ എന്ന് പറയുന്നത്. ഇനി വേറെയും കള്ളികളുണ്ട്. ആ കള്ളി തിരുക്കള്ളിയാണ്. പിന്നെ വേറെയും കള്ളികളുണ്ട്. അതിങ്ങനെ ഓരോന്നിൽ ഏതാണ് ചേരണോ അതിൻ്റെ പേരാണ് പറയുന്നത്. ഇത് ഈ നെയ്ക്ക് വേണ്ടി മാത്രമല്ല, ഇത് കൊച്ചു പിള്ളേരുടെ വയറുവേദനയ്ക്കും ഇതിൻ്റെ ഇലയെ വാട്ടിപ്പൊഴിഞ്ഞ് ചാറെടുത്ത് വയറുവേദനയ്ക്ക് കൊടുക്കും, വയറുവേദന മാറും. അങ്ങനെ ഓരോ യോഗങ്ങൾക്ക് ഓരോന്നായിരിക്കും, എല്ലാത്തിനും ഒന്നായിരിക്കില്ല. ഇനി ഇതിനെ ഇടിച്ച് ഇതിൻ്റെ പാലെടുത്ത് നെയ്യിൽ കൂടി ചേർക്കണതായിരിക്കും. ചാറ് പിഴിഞ്ഞ് തീരാറായി. ഇപ്പോൾ 2 ലിറ്റർ ചാറ് വരും. ഇനി കള്ളിപ്പാൽ എടുക്കണം. കള്ളിപ്പാലെന്ന് പറഞ്ഞാൽ
പേടിക്കണ കള്ളിയല്ല, ഈ മരുന്നിനുള്ള ഒരു ഇലക്കള്ളി എന്ന് പറയുന്ന കള്ളിയുണ്ട്. ആ ഇലക്കള്ളിയുടെ ചാറാണ് ഒഴിക്കുന്നത്. ഇലക്കള്ളിയുടെ ചാറിനെയാണ് ഇലക്കള്ളി പാലെന്ന് പറയും. ഇത് രണ്ടും തന്നെയാണ് പച്ചില മരുന്ന്. ഇതിൽ വേറെ പച്ചിലകളൊന്നുമില്ല. പിന്നെ അങ്ങാടി മരുന്നുകളേ ഉള്ളൂ, നെയ്യ്. ഈ രോഗം ഉണ്ടാവുന്നത് തന്നെ ശരീരം ശോഷിച്ചിട്ടാണ്. അതാണ് നെയ്യിൽ മരുന്ന് ചേർത്ത് കൊടുക്കുന്നത്. ശോഷിപ്പ് മാറുമ്പോൾ അവരെ കാലിളകി വീഴും എന്നുള്ളൊരു പേടി മാറും. ബലക്ഷയം അങ്ങ് മാറിക്കൊടുക്കും. വീണ്ടും പഴയതുപോലെ നടക്കാനാണ്. ഇത് ചാറെടുപ്പ് തീർന്നു. കള്ളിപ്പാല് പിഴിഞ്ഞെടുക്കുകയാണ്. ഇതിനളന്ന് നേരത്തെ ഒഴിച്ച ചാറിൽ കൂടി ഒഴിക്കണം. കുറവുണ്ടെങ്കിൽ ബാക്കി നാളെയും കൂടി എടുക്കണം. ഇതാണ് കള്ളിപ്പാൽ. ഓരോ മരുന്നിനും ഓരോ രീതിയിലാണ്. ഈ കള്ളിപ്പാലെന്ന് പറഞ്ഞാൽ ഇലക്കള്ളി ചാറിനെയാണ് കള്ളിപ്പാലെന്ന് പറയുന്നത്. അല്ല, ഇനി കളറ് വെള്ളമല്ലാത്തത് കൊണ്ട് ഇപ്പോൾ കള്ളിപ്പാലല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായി. ഇത് കള്ളിപ്പാലാണ്, അതല്ലെങ്കിൽ കള്ളിച്ചാറ്, ഇലക്കള്ളിച്ചാറ്. നാട്ടുമരുന്നിൽ പലയിടത്തും ഉള്ളത് പല യോഗങ്ങളാണ്. ഒരു ലിറ്റർ ഒഴിക്കുകയാണ്. ഇലക്കള്ളി ചാറ് ഒഴിക്കുകയാണ്. ഇലക്കള്ളി പാല് ഈ കുറവുള്ളതിന് നാളെ കൂടി ഒഴിക്കും. ഇത് ഈ കുറവുള്ള ചാറിനെ നാളെ ഒഴിക്കും. പിന്നെ ഈ ചാറ് കേടുവരാതിരിക്കാൻ വേണ്ടി ഇത് തിളപ്പിച്ചിടും. കഷായം പിഴിഞ്ഞെടുക്കുകയാണ്. നെയ്യിൽ കൂടി ചേർക്കാനുള്ള കഷായമാണ്. നരിത്തലവാദത്തിന് ഉള്ളിൽ കഴിക്കാനുള്ള നെയ്യ്. ഈ കഷായവും നെയ്യും കൂടി ഒന്നാവും. അങ്ങനെയാണ് രോഗങ്ങൾ മാറുന്നത്. കഷായം പിഴിഞ്ഞ് ഇത് കൊത്താണ്. പച്ചിലച്ചാറിൽ കഷായം ഒഴിക്കുകയാണ്. ഇതിപ്പോൾ പച്ചിലച്ചാറ്, അങ്ങാടി മരുന്നിൻ്റെ കഷായം എല്ലാം ആയിട്ടുണ്ട്. ഇനി അടുത്ത് നെയ്യാണ് ഇതിൽ ചേർക്കുന്നത്. നെയ്യും എടുത്ത് ചേർക്കുമ്പോൾ അതും കാണിക്കുന്നതായിരിക്കും. ഇതാ പശു നെയ്യാണ് ഒഴിക്കുന്നത്. 1 കിലോയാണ് ഒരാളിന്. ഇതിന് വറ്റി ചേർക്കുന്നത് നെയ്യാണ്. രോഗത്തിനുള്ള നെയ്യ്, നരിത്തലവാദത്തിനുള്ള നെയ്യ്, കാല് നളിപ്പോക്ക്, കിടുകിട ആട്ടം, നിലത്തിൽ കാല് പിടിക്കാതാവും. ഇങ്ങനെയൊക്കെ ഉള്ളതാണ് രോഗങ്ങൾ. ആ രോഗത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. ആ രോഗത്തിന് മാത്രമേ കൊടുക്കാനും പറ്റൂ.
ഇത് വേറെ ഒരു രോഗങ്ങൾക്കും കൊടുക്കാനും പറ്റില്ല, വേറെ രോഗം മാറുകയില്ല. നരിത്തലവാദത്തിന് നെയ്യ് ഉണ്ടാക്കുന്നതിൽ ചേരുന്ന മരുന്നാണ് ഇത്. തൈവാള വിത്താണ്. തൈവാള നേരത്തെ പച്ചില ചാറാണ് കാണിച്ചത്. ഇത് അതിൻ്റെ വിത്തിനരച്ച് ചേർക്കുകയാണ്. ഇതോടും കൂടി അതിൽ ചേരുന്ന മരുന്നുകൾ തീരെയാണ്. ഇനി നെയ്യ് പരിവാക്കി ഇറക്കാനാണ് ജോലി. ഇതിനെ അരച്ച് നെയ്യിൽ കൂടി ചേർക്കും. വാദത്തിൻ്റെ നെയ്ക്കുള്ള മരുന്നുകളെല്ലാം തീർന്ന് ഇതിന് രോഗം മാറുന്നതാണ് ജോലി. അത് കഴിച്ചുകൊണ്ടിരിക്കുക തന്നെ രോഗം മാറിക്കൊണ്ടിരിക്കും. നെയ്യിൽ ഈ തൈവാള വിത്തിനെ അരച്ച് ചേർക്കുകയാണ്. ഇതിൽ അങ്ങാടി മരുന്നും പച്ചിലച്ചാറുകളും തൈവാള വിത്തും എല്ലാം മിസ്സായി കിടക്കുകയാണ്. ഇതിനെ ഇനി പറ്റിച്ച് നാളെ നെയ്യാക്കി ഇറക്കും. സഹോദരരെ, ഇതാ നരിത്തലവാദത്തിൻ്റെ നെയ്യ് റെഡിയായി വരെയാണ്. ഒരു അരമണിക്കൂറിനകത്ത് ഇത് നെയ്യായി ഇറങ്ങും. ഏകദേശം പരുവായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാലിൻ്റെ ബലക്ഷയം, മുട്ടി ഇളകി പോകുമ്പോൾ തോന്നൽ, നടക്കുമ്പോഴും മണ്ണിൽ ബലമില്ലായ്മ തോന്നൽ, കാലിൻ്റെ പാദത്തിന് ബലമില്ലാതെ ആവും. അങ്ങനെയുള്ള ഒരു രോഗത്തിനാണ് ഇത് ചെയ്യുന്നത്. ആ രോഗം ഇത് മാറിപ്പോവുകയും ചെയ്യും.